എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൻ്റെ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ നമ്മൾ പലപ്പോഴും അന്വേഷിക്കുന്ന ഒന്നാണ് മനസ്സമാധാനം. അതെവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് നമുക്കത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയുക? ഈ ചോദ്യങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ എപ്പോഴെങ്കിലും ഉയർന്നിട്ടുണ്ടാകാം. നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും നമ്മുടെ മുന്നിൽ തുറന്നിടുന്നത് വലിയൊരു ലോകമാണ്. എപ്പോഴും പുതിയ അറിവുകൾ, വാർത്തകൾ, മറ്റുള്ളവരുടെ ജീവിതങ്ങൾ, ഇത് നമ്മുടെ മനസ്സിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ അമിതമായ വിവരങ്ങൾ പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾക്കും ഉത്കണ്ഠകൾക്കും കാരണമാകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസം മുതൽ തൊഴിൽ വരെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും മത്സരം നിലനിൽക്കുന്നുണ്ട്. മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താനുള്ള ഈ ഓട്ടം പലപ്പോഴും നമ്മളെ തളർത്തുകയും സ്വന്തം മൂല്യങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഈ താരതമ്യപ്പെടുത്തലുകൾ നമ്മുടെ സമാധാനം കെടുത്തിക്കളയുന്ന ഒരു പ്രധാന കാരണമാണ്. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾ, തൊഴിലില്ലായ്മ, കടബാധ്യതകൾ എന്നിവ വ്യക്തികളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കും. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ പലപ്പോഴും ഈ നിമിഷത്തെ സന്തോഷം കവർന്നെടുക്കുകയും ചെയ്യും. കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, പ്രണയബന്ധങ്ങൾ ഇവയെല്ലാം സങ്കീർണമാണ്. തെറ്റിദ്ധാരണകൾ, പ്രതീക്ഷകൾ, വഴക്കുകൾ എന്നിവയെല്ലാം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാം. യഥാർത്ഥ സ്നേഹബന്ധങ്ങൾ കുറയുകയും ഉപരിപ്ലവമായ ബന്ധങ്ങൾ കൂടുകയും ചെയ്യുന്നത് സമാധാനം ഇല്ലാതാക്കുകയും ചെയ്യും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. എന്നാൽ ഇവിടെ നാം കാണുന്ന ജീവിതങ്ങൾ പലപ്പോഴും യഥാർത്ഥമല്ല. ഇത് നമ്മളിൽ അരക്ഷിതത്വബോധവും അപകർഷതാബോധവും ഉണ്ടാക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന തോന്നൽ സമാധാനം കെടുത്തിക്കളയും. നമ്മുടെ കഴിവുകൾ, ദൗർബല്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഭയങ്ങൾ ഇവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുക. സ്വയം അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ പുറമേ നിന്നുള്ള അംഗീകാരങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഓട്ടം കുറയും. ഈ സ്വയം തിരിച്ചറിവ് സമാധാനത്തിൻ്റെ ആദ്യ പടിയാണ്. ജീവിതത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്, കഴിയാത്ത അവസ്ഥകളുമുണ്ട്. കാലാവസ്ഥ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, ഭൂതകാല സംഭവങ്ങൾ ഇതൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല. എന്നാൽ നമ്മളുടെ പ്രതികരണങ്ങൾ, ചിന്തകൾ, പ്രവൃത്തികൾ എന്നിവയെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഈ തിരിച്ചറിവ് നമ്മളെ അനാവശ്യ ഉത്കണ്ഠകളിൽ നിന്ന് മോചിപ്പിക്കും. ഭൂതകാലം കഴിഞ്ഞുപോയി, ഭാവി അനിശ്ചിതമാണ്. വർത്തമാന നിമിഷത്തിലാണ് നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു യാഥാർത്ഥ്യം. ഓരോ നിമിഷത്തെയും പൂർണ്ണമായി ആസ്വദിക്കാൻ പഠിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ രുചി അറിയുക. നടക്കുമ്പോൾ കാറ്റിൻ്റെ തലോടൽ അനുഭവിക്കുക. ഈ ലളിതമായ കാര്യങ്ങൾ പോലും നമുക്ക് സന്തോഷം നൽകും. മറ്റുള്ളവരിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അമിതമായ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത് നിരാശയിലേക്ക് നയിക്കും. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കാൻ പഠിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കില്ല എന്ന തിരിച്ചറിവ് സമാധാനം നൽകും. ഓരോ നിമിഷത്തെയും പൂർണ്ണമായി ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ, നടക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ ആ നിമിഷത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അമിതമായി ചിന്തിക്കുന്നത് ഒഴിവാക്കാൻ നമ്മൾ ശീലിക്കണം. ശരീരത്തിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പതിവായി വ്യായാമം ചെയ്യുക, പോഷകസമൃദ്ധമായി ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക എന്നിവ വളരെ പ്രധാനമാണ്. ദിവസവും 30 മിനിറ്റെങ്കിലും വ്യായാമത്തിനായി നീക്കിവെക്കാൻ ശ്രമിക്കണം. മതിയായ ഉറക്കം മനസ്സിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ദിവസവും 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും മൊബൈൽ ഫോൺ, TV എന്നിവ ഒഴിവാക്കാൻ നമ്മൾ ശീലിക്കണം. ധ്യാനം മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കും. യോഗ ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകും. ദിവസവും കുറച്ച് സമയം ഇതിനായി മാറ്റിവെക്കുക. നമുക്കുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. എല്ലാ ദിവസവും നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റാൻ സഹായിക്കും. പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക, അവരുമായി സംസാരിക്കുക, ചിരിക്കുക, സ്നേഹം പങ്കുവയ്ക്കുക. നല്ല ബന്ധങ്ങൾ നമുക്ക് സന്തോഷവും നൽകും. തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. സ്വയം ക്ഷമിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും പഠിക്കുക. നമ്മുടെ കുറവുകളെ അംഗീകരിക്കുക. സ്വയം സ്നേഹിക്കാൻ തുടങ്ങുന്നിടത്ത് നമ്മളിൽ നല്ലൊരു മാറ്റത്തിന് വഴിയൊരുക്കും. ആവശ്യത്തിലധികം സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതും അനാവശ്യമായ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുന്നതും മാനസിക സമ്മർദ്ദം കൂട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്യാവശ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇത് നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥം നൽകുകയും സമാധാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഓരോ ദിവസവും ഉണരുമ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ സ്വയം ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിരീക്ഷിക്കുക.
തെറ്റുകൾക്ക് ക്ഷമിക്കുക, നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക, പ്രകൃതിയെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും നമുക്കുണ്ടായിരിക്കണം. സമാധാനം ഒരു ലക്ഷ്യസ്ഥാനമല്ല, അതൊരു യാത്രയാണ്. ഓരോ നിമിഷവും നിങ്ങൾ ആസ്വദിക്കേണ്ട ഒരു യാത്രയാണെന്ന് നമ്മൾ തിരിച്ചറിയണം.